Hi dears, welcome back. ഇന്ന് നല്ല ഫഡ്ജി ആയിട്ടുള്ള ഒരു ബ്രൗണിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 75 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഡയറക്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയ ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പഞ്ചസാരയൊക്കെ നല്ലപോലെ ഇതിൽ മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മെൽറ്റായി കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കുഴപ്പമില്ല. നമ്മളിനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ അതങ്ങ് മെൽറ്റായിക്കോളും. അപ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്ത മുട്ട കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അപ്പോഴേക്ക് പഞ്ചസാരയൊക്കെ ഏകദേശം ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഒരു 250 ml കപ്പിലേക്ക് ആദ്യം ഒരു 1/4 ഭാഗത്തോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗം ഇത് വെച്ച് ഫില്ല് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഈ ഒരു ഫ്ലോർ മിക്സ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മുട്ടയും ചോക്ലേറ്റും ആയിട്ടുള്ള മിക്സിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് അരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കേക്കിൽ ചെയ്യുന്ന പോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണമെന്നില്ല. മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ ഈ ബാറ്റർ അല്പം തിക്കായിട്ട് തോന്നും. നിങ്ങൾ ഇതിലേക്ക് പാലൊന്നും ചേർത്തിട്ട് അതൊന്ന് ലൂസാക്കാൻ നിൽക്കരുത്. അപ്പോൾ ഈ ഒരു ബാറ്റർ അല്പം ഒന്ന് തിക്കായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഹാസൽനട്ടും അതേപോലെ കാഷ്യൂസും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ബാറ്റർ റെക്റ്റാങ്കിൾ ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഒരു 7 അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെയോ സ്ക്വയർ ടിന്നിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ബാറ്റർ ഒഴിച്ച ശേഷം എല്ലാ വശത്തേക്കും ഇതേപോലെ ഒന്ന് സ്പാച്ചില വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് റൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ഒരു 30 മിനിറ്റിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ബ്രൗണി കുക്കായി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ ടൂത്ത് പിക്കിൽ നല്ലപോലെ സ്റ്റിക്കി ആയിട്ടാണ് ഉള്ളതെങ്കിൽ അത് ബേക്ക് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ കറക്റ്റായിട്ട് ബ്രൗണി കുക്കായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ടൂത്ത് പിക്കിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ അത് ഓവർ കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ടിന്നിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിന് മുകളിലൊക്കെ ഒരു ക്രാക്ക് വീണ പോലെയാണ് ഉണ്ടാവുക. ഇനി ഇത് ചൂടാറിയ ശേഷം കട്ട് ചെയ്യാം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും അതേപോലെ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അതും അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാം. ഇതിന് മുമ്പ് ചെയ്ത ഒരു ബ്രൗണിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ച്യൂയും ഫഡ്ജി ആയിട്ടുള്ള ഈ ഒരു ബ്രൗണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.